ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? ചേച്ചി ഇങ്ങനെയൊക്കെ വന്ന് കഥ പറഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ? നമ്മളിങ്ങനെ വന്ന് നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. അപ്പം എന്നാൽ ഞാൻ കരുതി ഇന്നത്തെ വീഡിയോ അങ്ങനെ ആകട്ടെ എന്ന് കരുതിയാണ് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണല്ലോ? എനിക്ക് സുഖം തന്നെയാണ്. നമ്മളെപ്പോഴും നിങ്ങളെ സുഖവിവരം ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതങ്ങനെ ചോദിച്ചത് ശീലമായിപ്പോയി. ഇപ്പം എന്തെടുക്കുന്നു, നമുക്ക് കുറേ ദിവസം തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണങ്ങളൊക്കെ ആയിരുന്നു, എല്ലാം വേണ്ടപ്പെട്ട കല്യാണങ്ങളായിരുന്നു. അപ്പോൾ ആ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ ചോറ് കഴിക്കാൻ പോണേ. ചോറ് കഴിക്കാൻ എടുത്തപ്പോഴത്തേക്കാണ് ഞാനൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിട്ടതിന് ശേഷമാണ് നമ്മൾ നിങ്ങളോട് കഥ പറയാൻ വന്നത്. അപ്പം എന്നാൽ ഞാൻ ചോറ് കഴിക്കാൻ പോണ്. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. നമ്മൾ ഒരുപാടൊക്കെ കഥ പറഞ്ഞാലും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കരുതി ഇനി കൂടുതൽ കഥയൊന്നും പറയണ്ട, ഒരു 2-3 മിനിറ്റുള്ള വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് എത്തിയിട്ടുള്ളത്. കല്യാണ വിശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. കല്യാണ വിശേഷങ്ങളുള്ള വീഡിയോയും പിന്നെ ഞാൻ അല്ലാണ്ട് വേറൊരു കല്യാണത്തിന് പോയ ധൃതി പിടിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ധൃതി പിടിച്ചുള്ളൊരു കല്യാണത്തിന് പോക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ വെപ്രാളം പിടിച്ച് ഒരുങ്ങുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ധൃതി പിടിച്ച് നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ടുള്ള ധൃതി പിടിച്ചുള്ള ഒരു പോക്ക്. അതിനിടയിൽ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന് കരുതി ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ആ വീഡിയോ ഇടാം. ആ വീഡിയോ കണ്ടിട്ട് ആരും നമ്മളെ കളിയാക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ധൃതിയുടെ ഇടയിൽ ഒന്ന് വീഡിയോ എടുത്തത്. കണ്ടാൽ നിങ്ങൾ ചിരിക്കും. അങ്ങനത്തെ ഒരു പറ്റുകയാണെങ്കിൽ അതും കൂടെ ഇടാം. അത് കുറേ ദിവസമായി. 2-ാം തീയതി മെയ് 2-ാം തീയതിയുള്ള കല്യാണത്തിന് ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വന്നാണ് ആ കല്യാണത്തിന് പോയത്. അപ്പോഴെടുത്തതാണേ. അങ്ങനെ എടുപിടിയെന്ന് പോയി അത്രയൊക്കെ ഉള്ള ഒരു നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് വന്ന് പോയതല്ലേ. അപ്പം ഞാൻ എന്തായാലും ആ വീഡിയോ പറ്റുകയാണെങ്കിൽ ഇടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് അപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ചോറ് എടുക്കുന്നത്, നമ്മളെ ചോറിൻ്റെ കറി വലിയ കറിയൊന്നുമില്ല കേട്ടോ. എന്നാലും അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ചോറെടുത്തിട്ടുണ്ടേ, കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ചോറെടുത്തിട്ടുണ്ട്. ഒത്തൊരു മീനാണേ. നിങ്ങൾ കളിയാക്കി എന്നും നൊത്തോലിയാണോ എന്ന്. നമുക്ക് മീനിന് അങ്ങനെ കിണ്ണാരൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ മതി. നമ്മളെ സ്ഥിരം ഒഴിച്ചേറി രസമൊക്കെ നമ്മളെ വീട്ടിലെ സ്ഥിരമുള്ള അന്തിയാണ്. രണ്ടിലേതെങ്കിലും ഒന്നും കാണാം. നൊത്തോലി മീന് വറുത്തത്, അതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പില സവാള എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാൻ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേറെ കറികളൊന്നുമില്ല കേട്ടോ. മീൻ കറി, ഒഴിച്ചുകറി, വറുത്ത മീൻ. കണ്ടോ നമ്മളെ കറികൾ കണ്ടോ? അപ്പം നമ്മളെ ചോറിന് കറികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ കഴിക്കാൻ പോണേ. നൊത്തോലി മീൻ വറുത്തത്, നൊത്തോലി മീൻ കറി, ഒഴിച്ചുകറി. എന്ന് ഞാൻ കഴിക്കട്ടെ. കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. നിങ്ങളെന്നും ബോറടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അധിക സമയമൊന്നും എടുത്ത് വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. കൂടുതലൊന്നും ചേച്ചി പറയുന്നില്ല. ടാറ്റ ബൈ ബൈ. ചേച്ചി ചോറ് കഴിക്കട്ടെ.